ഇന്ന് ഓറഞ്ച് വെച്ചിട്ടേ നമുക്കൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയാലോ. ഓറഞ്ച് പോസറ്റ് റെസിപ്പിയാണ് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളൊരു റെസിപ്പിയും കൂടാണ്. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഇതിന് മുന്നേ ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുരു ഇല്ലാത്ത ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുരു ഇതിലില്ല. അപ്പം നിങ്ങൾ കയ്യിൽ കുരു ഉള്ളത് അത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 നമുക്കിവിടെ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ തൊലി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് തൊലിയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് വേണം അതിൻ്റെ ഉള്ളിലത്തെ അല്ലികളൊക്കെ നീക്കം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ 3 അരിഞ്ഞെടുത്ത് നമുക്ക് ഇതിൻ്റെ തൊലി ഇതുപോലെ ഉള്ളിലത്തെ അല്ലികളൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം തൊലി അവിടെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് ഉടച്ചിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നീരെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ജ്യൂസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം, ഇത് നിർബന്ധമായിട്ട് വേണം, ഫ്രഷ് ക്രീം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ആ ഓറഞ്ചിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. എന്നിട്ട് ഫ്രഷ് ക്രീമിലേക്ക് ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പഞ്ചസാരയാണ് കയ്യിലുള്ള അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. മിൽക്ക് മെയ്ഡാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഇളക്കി വരുമ്പോൾ നന്നായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ. നമ്മുടെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ കൂടെ ഒന്ന് ലൂസായി വരും. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മുടെ ഓറഞ്ച് തൊലിയുടെ ആ ഒരു ഓറഞ്ച് ഭാഗം ഉണ്ടല്ലോ, ആ വൈറ്റ് പെടാതെ ആ ഒരു ഓറഞ്ച് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ആ ഒരു ക്വാണ്ടിറ്റി ഇച്ചിരി മതി കേട്ടോ. അതൊന്നിങ്ങനെ ഉരച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് അതിലിട്ട് കൊടുക്കുക. അത് ഇത്രയും മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കും. നന്നായിട്ട് കുറുകി വരും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിലേ അത് പൊന്തി മറിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി അത്യാവശ്യം ഒന്ന് കുറുകി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവേ. ഈ ഒരു ടൈമിൽ വാനില എസെൻസിൻ്റെ ടേസ്റ്റ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അതൊന്നൊരു 2-3 ഡ്രോപ്പ് ഒന്ന് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാനിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറുമ്പോഴത്തേക്കും ഒന്നും കൂടെ ചെറിയൊരു കട്ടിയാവും. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോഴത്തേക്കിനും നല്ല സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാൻ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊരു കൗതുകമായിട്ട് തോന്നും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ഒക്കെ വാരി ഇടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.